ഹായ് ഗായ്സ്, വെൽക്കം ടു ദ ഫാർമ കപ്പിൾ. അങ്ങനെ നമ്മുടെ മൂന്നാം ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ ഗ്യാപ് റോഡിലെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റാർ എമിറേറ്റ്സ് റിസോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ എടുത്തത് സ്റ്റാർ എമിറേറ്റ്സിലാണ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ റിസോർട്ടിലേക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്തു. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. ഓൾറെഡി എല്ലാവരും നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂളിലേക്കാണ്. ഇപ്പം ഈ റിസോർട്ടിൽ മൊത്തത്തിൽ 3 പൂളുണ്ട്. ഫാമിലി പൂള്, കോമൺ ആൻഡ് കിഡ്സ് പൂള്. അപ്പം ഞങ്ങൾ ഫാമിലി പൂളായിരുന്നു. കാര്യം ഞങ്ങൾ ഗ്രൂപ്പ് ഫാമിലീസ് 10-15 പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൂടെ കുറച്ച് കംഫർട്ടബിൾ ഫാമിലി പൂളായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തത് ഫാമിലി പൂളായിരുന്നു. അങ്ങനെ പൂളിൽ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഹാപ്പി ആയിരുന്നു. റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല ഒരു ടൈം പൂളിൽ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ ഫ്രഷപ്പായി കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 7:30 ആയി. അപ്പോഴത്തേനും ക്യാമ്പ് ഫയർ സ്റ്റാർട്ടായി. കുറച്ച് സമയം പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ എല്ലാവരും ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയായി. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരൊക്കെ ഭയങ്കര നിർബന്ധമായി. അപ്പോൾ ഉറങ്ങാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ നേരെ ഉറങ്ങാനായിട്ട് പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് 8:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടായി. ഞങ്ങളങ്ങനെ ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ തന്നെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ബഫറ്റായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ലൈവ് ദോശ, ഓംപ്ലേറ്റ് ഒക്കെ ആയിട്ട് ഫുഡ് പൊളിയായിരുന്നു. ഫുഡ് മാത്രമല്ല, അവിടുത്തെ ഹോട്ടലും അത്യാവശ്യം നല്ലതാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഹോട്ടലിൽ നിന്ന് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ചെക്ക് ഔട്ട് ചെയ്തു. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ബസ് വന്നു. ബസ്സിൽ കയറി വീണ്ടും ഡാൻസ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ആനയടിക്കുത്ത് വെള്ളച്ചാട്ടമായിരുന്നു. തൊടുപുഴ അടുത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അങ്ങനെ ഏകദേശം ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും സ്പോട്ടിലെത്തി. പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. ഡ്രസ്സൊക്കെ അവിടെ തന്നെ മാറാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ലൊരു സമയം അവിടെയും നമ്മൾ സ്പെൻഡ് ചെയ്തു. എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളും എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ആ വെള്ളച്ചാട്ടത്തിൽ എൻജോയ് ചെയ്തു. വെള്ളച്ചാട്ടത്തിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 6 മണി ആയി. പിന്നെ വേറെ സ്പോട്ടിലോട്ടൊന്നും പോകാനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയ്ക്കുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ബസ്സിൻ്റെ കാര്യമാണേ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. വാൾക്കർ എന്നാണ് ബസ്സിൻ്റെ പേര്. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അവൻ്റെ ബസ്സാണ്. ഞങ്ങൾ ഒരേ പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത്.